മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം ഇന്ന് തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്ടുവളപ്പിൽ വൈകിട്ട് 4 മണിക്കാണ് സംസ്കാരം. ഇന്നലെ ഉച്ചയോടെ എറണാകുളം എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. മൃതദേഹം എറണാകുളത്ത് നിന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് എത്തിച്ചു. നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, കൊച്ചി എളമക്കരയിലേതുപോലെയല്ല തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ആ അമ്മ കാലങ്ങളായി താമസിച്ച എല്ലാ ആൾക്കാരെയും പരിചയമുള്ള ഒരിടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിരവധി പേരായിരിക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇപ്പോൾ ആ വീട്ടിലേക്ക് വരുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അനുശ്രീ, രാവിലെ മുതൽ തന്നെ നിരവധി ആളുകൾ എത്തുന്നുണ്ട്. സിനിമാ താരം സുരേഷ് ഗോപി, അതുപോലെ EP ജയരാജൻ, ഷിബു ബേബി ജോൺ, ജഗദീഷ്, അങ്ങനെ നിരവധി സിനിമാ മേഖലയിലെ നിരവധി ആളുകൾ രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരം പൂജപ്പുര മുടവൻമുകളിലെ ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. നമുക്കറിയാം, ശാന്തകുമാരി അമ്മ അവർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന വീടാണ്, താമസിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന വീടാണ്. സിനിമാ തിരക്കുകൾ കാരണം മോഹൻലാൽ കൊച്ചിയിലേക്ക് മാറണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പോലും ശാന്തകുമാരി അമ്മ അതിന് അനുവദിച്ചിരുന്നില്ല. തനിക്ക് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വീട്ടിൽ തന്നെ താമസിക്കണമെന്നുള്ളതായിരുന്നു ശാന്തകുമാരി അമ്മ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് രോഗവും ചികിത്സയ്ക്കുമായി ബന്ധപ്പെട്ട് പിന്നീട് കൊച്ചിയിലെ വീട്ടിലേക്ക് മാറുകയായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ വീട്ടിലേക്ക് ഇപ്പോഴാണ് ശാന്തകുമാരി അമ്മയെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ വീട് മോഹൻലാൽ സിനിമ അഭിനയം തുടങ്ങുന്ന ആദ്യ ചിത്രമായ തിരനോട്ടത്തിൽ ചിത്രീകരണം തുടങ്ങിയ ആദ്യ ചിത്രത്തിൽ ഈ വീടും ചിത്രീകരിച്ചിരുന്നു. അന്ന് മോഹൻലാലിനെ സംബന്ധിച്ച് അഭിനയം ഏറെ താല്പര്യമായിരുന്നെങ്കിലും ശാന്തകുമാരി അമ്മയ്ക്ക് മോഹൻലാൽ അഭിനയിക്കാൻ പോകുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ മകൻ്റെ ആഗ്രഹത്തിന് വഴങ്ങി അഭിനയത്തിന് സമ്മതിക്കുകയായിരുന്നു. ഒപ്പം ഈ സിനിമയിൽ ചിത്രീകരിക്കാൻ കൂടി തൻ്റെ മകൻ്റെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊണ്ട് സിനിമയിൽ ഈ വീട് ചിത്രീകരിക്കാൻ കൂടി അമ്മ അന്ന് സമ്മതിച്ചിരുന്നു. അങ്ങനെയാണ് മോഹൻലാലിൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ്റെ സിനിമാ ജീവിതത്തിൽ വലിയ നാഴികക്കല്ലായ അമ്മയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. 90 വയസ്സായിരുന്നു. 12 വർഷമായി പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മോഹൻലാലുമായി സംസാരിക്കുന്നത് കണ്ണുകൾ കൊണ്ടും ആംഗ്യം കാണിച്ചുമൊക്കെയായിരുന്നു. കാരണം അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന സമയത്തടക്കം വലിയ രീതിയിൽ തൻ്റെ സന്തോഷം പങ്കിടാൻ മോഹൻലാൽ അമ്മയ്ക്കൊപ്പം എത്തി. മാത്രമല്ല 89ാം പിറന്നാൾ വലിയ ആഘോഷത്തോടെയാണ് അന്ന് കൊണ്ടാടിയത്. അന്ന് സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാം വീട്ടിലെത്തിയിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഉള്ള ആഘോഷങ്ങളെല്ലാം നടത്തി വരുമ്പോഴാണ് ഇപ്പോൾ 2026 പിറക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ആ ദുഃഖവാർത്ത നടൻ മോഹൻലാലിനെ തേടിയെത്തിയത്. നമുക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ നിരവധി ആളുകൾ ഇപ്പോൾ മോഹൻലാലിൻ്റെ അമ്മയെ അവസാനമായി കാണാനായി, ഒരു നോക്ക് കാണാനായി തിരുവനന്തപുരത്തെ വീട്ടിൽ എത്തുന്നുണ്ട്. നടൻ സുരേഷ് ഗോപി, പ്രൊഡ്യൂസർ സുരേഷ് കുമാർ, രഞ്ജിത്ത്, പ്രകാശ് വർമ്മ തുടങ്ങി പ്രമുഖരായിട്ടുള്ള ആളുകൾ, ശ്രീകുമാർ മേനോൻ തുടങ്ങി പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇതിനോടകം തന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞു. മോഹൻലാലിൻ്റെ അമ്മയെ ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും ഒപ്പം മോഹൻലാലിനെ ആശ്വസിപ്പിക്കാനുമായി ഒപ്പമുള്ള എല്ലാവരും എത്തുന്നുണ്ട്. മാത്രമല്ല, മോഹൻലാലിൻ്റെ ആരാധകർ ഈ പൂജപ്പുരയിലെ പണ്ട് തൊട്ട് ശാന്തകുമാരി അമ്മയെ കണ്ട് ഈ വീട്ടിന് തൊട്ട് അയൽപക്കത്തുണ്ടായിരുന്ന ആളുകളെല്ലാം ഇവിടെ എത്തുന്നുണ്ട്. അവരെല്ലാം പോകുമ്പോൾ ഈ അമ്മയുമായിട്ടുള്ള ബന്ധം കൂടി പരസ്പരം സംസാരിച്ചു കൊണ്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. പ്രായമുള്ള ആളുകളെല്ലാം അങ്ങനെയാണ് പോകുന്നത്. നിരവധി ആളുകൾ ഈ വീട്ടിൽ മോഹൻലാലിൻ്റെ അമ്മയെ കാണാനായിട്ട് എത്തുന്നുണ്ട്. ഈ വീട്ടിന് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ വീടിൻ്റെ പുറകുവശത്താണ് മോഹൻലാലിൻ്റെ അച്ഛനും സഹോദരനും, അതായത് ഈ ശാന്തകുമാരി അമ്മയുടെ ഭർത്താവും മകനും അന്ത്യം ഉറങ്ങുന്നത് ഇവിടെയാണ്. അതിൻ്റെ അടുത്താണ് ഇപ്പോൾ ശാന്തകുമാരി അമ്മയ്ക്കും അന്ത്യവിശ്രമ സ്ഥലം ഒരുക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഇവിടെ ശവസംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. മോഹൻലാലായിരിക്കും അന്ത്യകർമ്മങ്ങൾ നടത്തുക. സുചിത്രയും മക്കളുമെല്ലാം ഇവിടെ ഈ വീട്ടിൽ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു. വെളുപ്പിന് രാവിലെ തന്നെ നടൻ ജഗദീഷും ഒപ്പം തിരുവനന്തപുരത്ത് മോഹൻലാലിൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയ കാലഘട്ടം മുതൽ ഒപ്പമുണ്ടായിരുന്ന നിരവധി ആളുകൾ രാവിലെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. അതിൽ പ്രൊഡ്യൂസർ രഞ്ജിത്ത് അടക്കം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തുന്നൊരു മേൽനോട്ടവുമെല്ലാം അവരാണ് നടത്തി വരുന്നത്. അങ്ങനെ മോഹൻലാലിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. വൈകുന്നേരം 4 മണി വരെ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുക എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. കാരണം അത്രയും വലിയ പോലീസ് സന്നാഹങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. മന്ത്രി GR അനിൽ നേരത്തെ എത്തി, അതുപോലെ CP ജോൺ എത്തി, EP ജയരാജൻ വന്നു. അങ്ങനെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അന്ത്യോപചാരം അർപ്പിക്കാനായി
അങ്ങനെ വലിയ രീതിയിൽ ഒരു 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 മോഹൻലാലിൻ്റെ അമ്മ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വീട്ടിൽ അവസാനമായി എത്തുന്നു. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നു എന്നുള്ളതാണ് മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായ വാർത്ത. മോഹൻലാൽ ഇടയ്ക്ക് 2 വർഷം മുമ്പ് ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, തൻ്റെ അമ്മ കുഞ്ഞിലെ തനിക്ക് ഭക്ഷണം തന്നതുപോലെ ഇപ്പോൾ താൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ അമ്മയുമായി സംസാരിക്കുമ്പോൾ അമ്മ തൻ്റെ കയ്യിൽ തൊടുമ്പോൾ, അമ്മ താൻ പറയുന്നതിന് തല കുലുക്കുമ്പോൾ അമ്മയ്ക്ക് തന്നോട് എന്താണ് പറയാനുള്ളതെന്ന് തനിക്ക് മനസ്സിലാകും. അങ്ങനെയാണ് തങ്ങളുടെ ആശയവിനിമയം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടക്കുന്നത് എന്ന് നിറ കണ്ണുകളോടെ മോഹൻലാൽ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ മോഹൻലാലിൻ്റെ അമ്മ, മോഹൻലാലിൻ്റെ കുടുംബത്തിലെ അച്ഛനും സഹോദരനും പോയി അവസാനം ഒപ്പമുണ്ടായിരുന്ന അമ്മയും ഇപ്പോൾ 2025 അവസാനമാകുമ്പോൾ മോഹൻലാലിനെ വിട്ടുപിരിയുന്നു. മോഹൻലാലിനെ സംബന്ധിച്ച് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. മോഹൻലാൽ അമ്മയുടെ ചിതയ്ക്കരികിൽ മോഹൻലാലുണ്ട്. അമ്മയുടെ ചിതയ്ക്കരികിൽ മോഹൻലാൽ ഇരിക്കുന്നുണ്ട്. മോഹൻലാലിനൊപ്പം തിരുവനന്തപുരത്തെ വീട്ടിൽ ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുകയാണ്. നിരവധി ആളുകളാണ്, സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളാണിപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാനായി തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ അമ്മ ഒരുപാട് കാലം താമസിച്ച ഒരിടമാണ് ആ വീടെന്ന് പറയുന്നത്. ആ ചുറ്റോട് ചുറ്റും പരിചയക്കാരുള്ള, എല്ലാവരോടും സംസാരിക്കുന്ന, എല്ലാവരും എന്നും കണ്ടുകൊണ്ടിരുന്ന ഒരാൾ കൂടിയാണ് ആ അമ്മ. അമ്മ വിട പറയുമ്പോൾ വീട്ടിലേക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി ഒഴുകിയെത്തുന്ന ആളുകൾ നിരവധിയായിരിക്കും. അഭിലാഷ് രാധാകൃഷ്ണനാണ് ഇന്നലെയായിരുന്നു മോഹൻലാലിൻ്റെ അമ്മ മരിക്കുന്നത്. ഉച്ചയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. പൊതുദർശനത്തിന് ശേഷം ഇന്നലെ വൈകിട്ടോടെയാണ് അമ്മയുടെ മൃതദേഹം തിരുവനന്തപുരത്തെ മുടവൻമുകളിലെ വീട്ടിലേക്ക് എത്തിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 4 മണിയോടുകൂടിയായിരിക്കും സംസ്കാരമുണ്ടാവുക. മുടവൻമുകളിലെ വീട്ടിൽ ഭർത്താവിനോടും ഭർത്താവിനെയും മകനെയും സംസ്കരിച്ച അതേ ഇടത്ത് തന്നെ അവരോട് ചേർന്നായിരിക്കും മോഹൻലാലിൻ്റെ അമ്മയും അന്ത്യവിശ്രമം കൊള്ളുക എന്ന വിവരമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, സിനിമാ രംഗത്ത് നടക്കമുള്ള പ്രമുഖർ, ഒപ്പം സുരേഷ് ഗോപി MP അടക്കം ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടല്ലേ? അനുശ്രീ, സുരേഷ് ഗോപിയും ഭാര്യയും അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിരിക്കുകയാണ്. നിരവധി ആളുകൾ ഈ വീട്ടിലേക്ക്, മുടവൻമുകളിലെ മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, ശാന്തകുമാരി അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വീടാണ് ഈ തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്. മോഹൻലാലിന് 3 വയസ്സുള്ളപ്പോഴാണ് വിശ്വനാഥൻ നായർ, മോഹൻലാലിൻ്റെ അച്ഛൻ, ഈ വീടും ഇവിടെ സ്ഥലം വാങ്ങിച്ച് വീട് വെക്കുന്നത്. അന്ന് മുതൽ അവസാനം 12 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ തന്നെയാണ് ശാന്തകുമാരി അമ്മ താമസിച്ചിരുന്നത്. ഒടുവിൽ രോഗശൈലിയിലാവുമ്പോഴാണ്, പക്ഷാഘാതം പിടിപെടുമ്പോഴാണ് പിന്നീട് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് താമസം മാറുന്നതും. അതും മോഹൻലാലിൻ്റെ നിർബന്ധപ്രകാരം. കാരണം മോഹൻലാലിന് ഇങ്ങെത്താൻ കഴിയില്ല, കാരണം കൃത്യമായ ചികിത്സ കൊച്ചിയിൽ ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ് കൊച്ചിയിലേക്ക് പിന്നീട് താമസം മാറുന്നത്. പക്ഷേ അവസാനം വരെയും ഇവിടെ നിൽക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. ആഗ്രഹപ്രകാരം വീണ്ടും തിരുവനന്തപുരത്തെ മുടവൻമുകളിലെ ഈ വീട്ടിലേക്ക് മോഹൻലാൽ അമ്മയെ എത്തിച്ചിരിക്കുന്നു. 90-ാം വയസ്സിൽ ശാന്തകുമാരി അമ്മ ഈ ലോകത്തോട് വിടം പറഞ്ഞിരിക്കുന്നു. മോഹൻലാലിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമ്മയുടെ രോഗം മൂർച്ഛിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മോഹൻലാൽ അമ്മയ്ക്കൊപ്പം തന്നെ കൊച്ചിയിലെ വീട്ടിലുണ്ടായിരുന്നു. അവസാന സമയത്തും നടൻ മോഹൻലാലും ഭാര്യയും എല്ലാം ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളത് അമ്മയെ സംബന്ധിച്ച് ഒരുപക്ഷെ അവസാന സമയങ്ങളിൽ വലിയ ആശ്വാസമായിരുന്നിരിക്കാം. എന്തായാലും ഷിബു ബേബി ജോൺ ഇപ്പോൾ അന്തിമോപചാരം അർപ്പിച്ച് തിരിച്ചിറങ്ങുന്നുണ്ട്. അദ്ദേഹം മോഹൻലാലിനെ കണ്ടു ആശ്വസിപ്പിച്ചു. അമ്മയെ കണ്ട് അന്തിമോപചാരം അർപ്പിച്ച ശേഷം ഇപ്പോൾ മടങ്ങാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ ഷിബു ബേബി ജോൺ അടക്കം നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നു. മന്ത്രി GR അനിൽ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രകാശ് വർമ്മ, ശ്രീകുമാർ മേനോൻ, അങ്ങനെ നിരവധി രാഷ്ട്രീയ, സാഹിത്യ, കലാമേഖലകളിൽ നിന്നുള്ള നിരവധി ആളുകൾ, മഹേഷ് നാരായണൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇവിടെ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. മണിക്കൂറുകൾക്കകം അദ്ദേഹം